എല്ലാവർക്കും ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാനിങ്, അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് പ്ലാനിങ് പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിൻ്റെ എല്ലാ ലിങ്കുകളും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് പ്ലാനിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. Meaning and definition. Planning is the base function of management. മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാന ധർമ്മമാണ്, അടിസ്ഥാന ഫംഗ്ഷനാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് ലേയിങ് ഡൗൺ ദ സീക്വൻസ് ഓഫ് ആക്ഷൻ ടു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇറ്റ് ഇൻവോൾവ്സ് ഡിറ്റർമിനേഷൻ ഓഫ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഭാവിയിൽ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള തീരുമാനമെടുക്കൽ, അതിൻ്റെ ഡിറ്റർമിനേഷനാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. ആൻഡ് ലേയിങ് ഡൗൺ ദ സീക്വൻസ് ഓഫ് ആക്ഷൻ ടു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ്. ഒരു ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആക്ഷനുകൾ, ആ സീക്വൻസ് ഓഫ് ആക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് തീരുമാനിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് എ ബ്ലൂ പ്രിൻറ്റ്. ഇത് നമ്മളൊരു ബ്ലൂ പ്രിൻ്റ് പ്രിപ്പറേഷനാണ്. പ്ലാനിങ് ഈസ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. പ്രസൻറ്റിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും, ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതാണ് പ്രസൻറ്റ്, അതും നമ്മുടെ ഭാവിയും ഇടയിലുള്ളൊരു ബ്രിഡ്ജാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വളരെ ഈസിയസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ബ്രിഡ്ജാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ കോൾഡ് ദ പ്രൈമറി മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. ഇത് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഇറ്റ് ഈസ് കോൾഡ് ദ പ്രൈമറി മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ദെൻ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഇൻ ദ വേർഡ്സ് ഓഫ് ഹൈമാൻ്റെ വാക്കുകളിൽ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മുൻകൂറായി തീരുമാനിക്കുന്നതാണ് എന്ത് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് തിങ്കിങ് ബിഫോർ ഡൂയിങ് ആൻഡ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ചെയ്യുന്നതിന് മുമ്പായിട്ട് ചിന്തിക്കുക എന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആൻഡ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. എന്താണ് ചെയ്യേണ്ടത്? ഹൗ ഈസ് ടു ബി ഡൺ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? വെൻ ഈസ് ടു ബി ഡൺ. എപ്പോഴാണ് ചെയ്യേണ്ടത്? ആൻഡ് ഹൂ ഈസ് ടു ഡു ഇറ്റ്. ആരാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നതാണ് പ്ലാനിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. then അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. ഇറ്റ് ഈസ് ഡൺ ഓൺ ദി ബേസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒന്നാണ് പ്ലാനിങ്. പ്ലാനിങ് ഇൻവോൾവ് സർട്ടൺ സ്റ്റെപ്സ് ലൈക്ക് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പോളിസീസ്, പ്രോഗ്രാംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. പ്ലാനിങ്ങിൽ ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്ന സ്റ്റെപ്പ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു ഒബ്ജക്റ്റീവ് റെഡിയാക്കിയിട്ട് ഒബ്ജക്റ്റീവിൻ്റെ ബേസിസിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവിൻ്റെ ഡിറ്റർമിനേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ പോളിസീസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ പോളിസീസ്, അതുപോലെ തന്നെ പ്രോഗ്രാമുകൾ, പ്രൊസീജിയറുകൾ എല്ലാം തന്നെ നമ്മൾ ഓർഗനൈസേഷൻ്റെ ഈ നേരത്തെ തീരുമാനിച്ച ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതടക്കം ഉള്ള കാര്യങ്ങൾ അടങ്ങുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്യുന്നു, പിന്നെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോളിസീസും പ്രോഗ്രാംസും പ്രൊസീജിയേഴ്സിൻ്റെ എല്ലാം ഡെവലപ്മെൻറ്റും വരുന്നു. അങ്ങനെയുള്ള ഒന്നാണ് പ്ലാനിങ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് പ്ലാനിങ് നടത്തുന്നത്. ദെൻ ഇറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്, അല്ലേ? ഭാവിയിലേക്കാണ് നമ്മൾ നോട്ടമിടുന്നത്. സോ പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മുൻകൂറായിട്ട് ഡിസൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് പ്ലാനിങ്. സോ ഇറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. ഇറ്റ് ഈസ് ഡൺ ഓൺ ദി ബേസ് ഓഫ് ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഭാവി എങ്ങനെയൊക്കെ ആയിരിക്കാമെന്ന് നമ്മൾ മുൻകൂറായിട്ട് പ്രവചിക്കുന്നു, അല്ലേ? ഏകദേശം ഒരു അസംഷൻ ഉണ്ടാക്കുന്നു, അതാണ് ഫോർകാസ്റ്റിംഗ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ബാക്കിയുള്ള ഈ പറയുന്ന പോളിസീസും പ്രോഗ്രാംസും പ്രൊസീജിയറുകളൊക്കെ തന്നെ നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഡൺ ഓൺ ദി ബേസ് ഓഫ് ഫോർകാസ്റ്റിംഗ്. സോ പ്ലാനിങ് ഈസ് ദ പ്രിപ്പറേഷൻ ഫോർ ദി ഫ്യൂച്ചർ. അപ്പോൾ പ്ലാനിങ് എന്താണ്? ഫ്യൂച്ചറിലേക്കുള്ളൊരു തയ്യാറെടുപ്പാണെന്ന് നമുക്ക് പറയാം. സോ ഇറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. ഇറ്റ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിന് ശേഷമാണ് ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് തുടങ്ങിയവയൊക്കെ വരുന്നത്. വിതൗട്ട് പ്ലാനിങ് ആൻ ഓർഗനൈസേഷൻ കനോട്ട് വർക്ക് ടു അച്ചീവ് ദ ഗോൾസ്. പ്ലാനിങ് ഇല്ലാതെ ഒരു ഓർഗനൈസേഷൻ അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ല. വിതൗട്ട് പ്ലാനിങ് ആൻ ഓർഗനൈസേഷൻ കനോട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല ടു അച്ചീവ് ദർ ഗോൾസ്.
ഇറ്റ് ഈസ് ദസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൻ്റെ ആദ്യ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിംഗ് ആണ്. ആൻഡ് ഈസ് റൈറ്റ്ലി കാൾഡ് ആസ് ആൻ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ മാനേജ്മെൻറ്റിൻ്റെ എസെൻസ് എന്ന് തന്നെ നമുക്കതിനെ വിളിക്കാം. ദെൻ പ്ലാനിങ് ഈസ് എ മെൻ്റൽ ആക്ടിവിറ്റി. പ്ലാനിങ് ഒരു മെൻ്റൽ ആക്ടിവിറ്റിയാണ്. പ്ലാനിങ് ഈസ് തിങ്കിങ് അല്ല, തിങ്കിങ് ആണ് അതിനകത്ത് വരുന്നത്, ഒരു ആക്ഷൻ അല്ല. അവിടെ കുറേ കാര്യങ്ങൾ മുൻകൂറായിട്ട് ചിന്തിച്ച് കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. സോ പ്ലാനിങ് ഈസ് എ തിങ്കിങ് പ്രോസസ്സ്. സോ പ്ലാനിങ് ഈസ് തിങ്കിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. എന്താണ് ചെയ്യാൻ പോകണമെന്ന് അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്നതാണ് പ്ലാനിങ്. സോ ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ പ്രോസസ്സ്. അത് ഇൻ്റലക്ച്വൽ ബുദ്ധിപരമായിട്ടുള്ള പ്രോസസ്സാണ്. സോ ഇറ്റ് ഈസ് എ മെൻ്റൽ ആക്ടിവിറ്റി. ഓക്കെ. ദെൻ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അല്ല, അവസാനിക്കാത്ത ഒന്നാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് പെർമനൻറ്റ് പ്രോസസ്സ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന, സ്ഥിരമായി നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. എ മാനേജർ മേക്സ് പ്ലാൻസ്. ഒരു മാനേജർ പ്ലാൻ മേക്ക് ചെയ്യുന്നു ആൻഡ് ഓൾസോ മോഡിഫൈസ് ദ പ്ലാൻസ് അക്കോർഡിംഗ് ടു ദി ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം ദ പേഴ്സൺ ഹു ആർ റെസ്പോൺസിബിൾ ടു എക്സിക്യൂട്ട് ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഒരു പ്ലാൻ റെഡിയാക്കുന്നു. ദെൻ ആ പ്ലാന് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണോ, ഹു ആർ റെസ്പോൺസിബിൾ ടു എക്സിക്യൂട്ട് ഇറ്റ്, ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആ വ്യക്തിയിൽ നിന്നും റിസീവ് ചെയ്യുന്ന ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഓൾഡ് പ്ലാനുകൾ എന്ത് ചെയ്യും? മോഡിഫൈ ചെയ്യും. ഒരിക്കൽ പ്ലാൻ ചെയ്ത ആ ഒരു പ്ലാൻ എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് പെർഫോം ചെയ്യുന്ന വ്യക്തിയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശരിയായ ഇൻഫോർമേഷൻ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളും കൂടെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുമായിരുന്നു, അങ്ങനെയുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ കിട്ടുമ്പോൾ ആദ്യത്തെ പ്ലാന് മോഡിഫൈ ചെയ്യണം. അപ്പോൾ എന്താണെന്ന്, പ്ലാനിങ് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരിക്കലും ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ട് അങ്ങ് മാറി നിൽക്കാൻ പറ്റില്ല. ഉള്ള പ്ലാനിനെ എപ്പോഴും മോഡിഫൈ ചെയ്ത് അതിനേക്കാളും ബെറ്റർ ലെവലിലേക്ക്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് മറ്റൊരു പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് എപ്പോഴും ആ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ഇതിനൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയാൻ കാരണം. ദെൻ ഇറ്റ് ഈസ് ഡൈനാമിക്. സ്റ്റാറ്റിക് അല്ല, ഒരിക്കലും ഒറ്റ ലെവലിൽ അങ്ങനെ നിൽക്കുകയല്ല ചെയ്യും, മാറിക്കൊണ്ടിരിക്കും, ചേഞ്ചിങ് ആണ്. അല്ല, അതിനുള്ള റീസൺ നമ്മൾ മേലെ തന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. ദ എൻറ്റയർ പ്ലാനിങ് ഈസ് ഡൺ ഓൺ ദി ബേസ് ഓഫ് സം അസംഷൻ. മുഴുവൻ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്? അസംഷൻ്റെ ബേസിസിലാണ്. അല്ലേ, ഫോർകാസ്റ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു. ഫ്യൂച്ചറിനെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാണ്, ഒരു അസംഷനാണ് അവിടെ ഉണ്ടാക്കുന്നത്, ഒരു ഊഹമാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് പ്ലാനിങ് നടത്തുന്നത്. വിച്ച് മേ നോട്ട് ബി കറക്റ്റ് ഇൻ ദ ഫ്യൂച്ചർ. അത് ഇപ്പോൾ ഒരു അസംഷൻ മാത്രമാണ്, ഭാവിയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്ന് നമ്മൾ പറയുന്നേ ഉള്ളൂ. അത് ഫ്യൂച്ചറിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല, മാറ്റങ്ങൾ വന്നു എന്ന് വരാം. സോ അത് മാനേജ്മെൻറ്റ് വാണ്ട് റിവൈസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അസംഷനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ പ്ലാൻ ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫ്യൂച്ചറിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചർ അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. ഇപ്പോൾ റിവൈസ് ചെയ്യണം. സോ ദ മാനേജ്മെൻറ്റ് വാണ്ട്സ് ടു റിവൈസ് ഇറ്റ്. അത് റിവൈസ് ചെയ്യേണ്ടി വന്നേക്കാം, മോഡിഫൈ ചെയ്യേണ്ടി വന്നേക്കാം. ആൻഡ് അഡ്ജസ്റ്റ് പ്ലാൻസ് ആസ് പെർ എക്സിസ്റ്റിംഗ് സർക്കംസ്റ്റൻസ്. ഒന്നുകിൽ പൂർണ്ണമായി മാറ്റേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഒന്നും കൂടെ പുതുക്കാവാം, അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ പ്ലാൻ അഡ്ജസ്റ്റ് ചെയ്യലാവും. അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം എപ്പോഴും അതിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതങ്ങനെ അത് ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ കോൺക്രീറ്റ് ആയിട്ട് നിൽക്കില്ല. അതുകൊണ്ടാണ് ഡൈനാമിക് ആണ് എന്ന് പറയുന്നത്, മാറ്റത്തിന് വിധേയമാണ്. ദെൻ ഇറ്റ് ഈസ് പെർവാസീവ്. All levels of management, whether top or middle or lower, are engaged in the process of planning. അത് സർവ്വവ്യാപിയാണ്, എല്ലാ തലത്തിലും ഉണ്ട്. അത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് ടോപ്പ് ലെവലിൽ, മിഡിൽ ലെവലിൽ, ലോവർ ലെവലിൽ എല്ലാം തന്നെ പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് വരുന്നുണ്ട്. ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പ്ലാൻസ് ഫോർ ദി ഹോൾ ഓർഗനൈസേഷൻ. ആ മൊത്തം ഓർഗനൈസേഷന് വേണ്ട പ്ലാനുകൾ ആര് തയ്യാറാക്കുന്നു? ടോപ്പ് ലെവൽ തയ്യാറാക്കുന്നു. Then department level, that means middle level. Department level managers plan and take decision related with their own departments. Departmental level managers എന്ത് ചെയ്യുന്നു? അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ഡിസിഷൻസ് എടുക്കുന്നു. സോ പ്രോപ്പർ പ്ലാനിങ് ഈസ് നെസസറി അറ്റ് ഓൾ ലെവൽസ് ഫോർ ദി സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദി ഓർഗനൈസേഷൻ. അത് നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് എല്ലാ ലെവലിലും ചെറിയ ചെറിയ തോതിലെങ്കിലും പ്ലാനിങ് നടത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇൻവോൾവ്സ് സെലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ, ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ്ങിനകത്ത് വരുന്നത്. അപ്പം നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ ഒരുപാട് വേയ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കോഴിക്കോട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ട്രെയിൻ വഴി പോവാം, അല്ലെങ്കിൽ ബസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് വണ്ടി, സ്വന്തം വണ്ടി ഉപയോഗിച്ചിട്ട് പോവാം. അങ്ങനെ പല ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമ്മുടെ ആ ഒരു സാഹചര്യം, സിറ്റുവേഷൻ, നമ്മുടെ ആവശ്യം എന്താണെന്നൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിൽ ഏത് മെത്തേഡ് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്.
അപ്പോൾ ആ രീതിയിൽ ഒരു ബിസിനസ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ ഒത്തിരി വഴികളുണ്ടായിരിക്കും. അതിൽ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ സമയം, സന്ദർഭം, ഫണ്ട്, നമ്മുടെ മറ്റെന്തെങ്കിലും പ്ലാനുകൾ, ഇതൊക്കെ തന്നെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷനുകളിൽ നിന്നും ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ്ങിനകത്ത് വരുന്നത്. There are number of alternative course of action to achieve specific objective of the organization. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കോഴ്സ് ഓഫ് ആക്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ടായിരിക്കും. സം ഓഫ് ദം മേ ബി ഫീസിബിൾ ആൻഡ് അതർ നോട്ട്. ചിലത് ഫീസിബിൾ ആയിരിക്കും, ചിലത് ആയിരിക്കില്ല. ചിലത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതായിരിക്കും, ചിലതാവണമെന്നില്ല. കാരണം നമ്മുടെ സാഹചര്യം പ്രധാനമാണ്. ദെൻ പ്ലാനിങ് ഇൻവോൾവ് സെലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം എ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇങ്ങനെ വിവിധ തരത്തിലുള്ള കോഴ്സ് ഓഫ് ആക്ഷനുകളിൽ നിന്നും ഒരു ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യുക എന്നുള്ളത് ആണ് പ്ലാനിങ്ങിനകത്ത് വരുന്നത്. ദെൻ ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. പ്ലാനിങ് ഷുഡ് നോട്ട് ബി റിജിഡ്. പ്ലാനിങ് ഒരിക്കലും റിജിഡ് ആവാൻ പാടില്ല. അത് അയവുള്ളതായിരിക്കണം. നമുക്ക് വേണ്ട മാറ്റങ്ങൾ, വേണ്ട കൂട്ടലുകൾ, കുറയ്ക്കലുകളൊക്കെ അതിനകത്ത് വരുത്താൻ സാധിക്കണം. ഒരു പ്രാവശ്യം പ്ലാൻ ചെയ്ത കാര്യം ഒരണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് നമ്മൾ പല വിധത്തിലായി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഫ്യൂച്ചറിനെ സംബന്ധിച്ചുള്ള ഒരു അസംഷൻ്റെ ബേസിസിലാണ് നമ്മളത് ചെയ്യുന്നത്. ദ മാനേജ്മെൻറ്റ് ഷുഡ് ബി ഏബിൾ ടു മേക്ക് അക്കോർഡിംഗ് ടു ദ സർക്കംസ്റ്റൻസസ്. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഇതിൽ വരുത്താനും മാനേജ്മെൻറ്റിന് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഷുഡ് ബി പാർട്ടിസിപ്പേറ്റീവ്. ഇത് പാർട്ടിസിപ്പേറ്റീവ് ആയിരിക്കണം. അതായത് എല്ലാവരും ചേർന്ന് രൂപം കൊടുക്കുന്ന ഒന്നായിരിക്കണം. എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് ഡൺ ബൈ ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വൽ മാത്രം ചെയ്യുന്ന ഒന്നല്ല. ഡിഫറെൻറ്റ് പേഴ്സൺസ് may contribute to the formulation and final selection of a major plan of action. ഒരു പ്രധാന പ്ലാൻ ഓഫ് ആക്ഷൻ്റെ ഫോർമുലേഷനിലാണെങ്കിലും അതിൻ്റെ ഫൈനൽ സെലക്ഷനിലാണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം. ഒരാൾ മാത്രം ചെയ്താൽ പോരാ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ടു ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് എഫിഷ്യൻസി. എഫിഷ്യൻസിയിലേക്ക് നയിക്കുന്നതായിരിക്കണം. ദ മെയിൻ പർപ്പസ് ഓഫ് പ്ലാനിങ് ഈസ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദി ഓർഗനൈസേഷൻ. പ്ലാനിങ്ങിൻ്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഡൺ ബൈ വേ ഓഫ് പ്ലാനിങ് ദ ആക്ടിവിറ്റീസ് ആൻഡ് ഡിറ്റർമിനിങ് ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പ്രിസൈസ്ലി. ഇത് ചെയ്യുന്നത് ബൈ വേ ഓഫ് പ്ലാനിങ് ദ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തുകൊണ്ടും ആൻഡ് ഡിറ്റർമിനിങ് ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പ്രിസൈസ്ലി. ഒബ്ജക്റ്റീവ്സും ഗോൾസും എല്ലാം തന്നെ കൃത്യമായി ഡിറ്റർമിൻ ചെയ്തുകൊണ്ടുമാണ്. ഈസ് ഫോർവേഡ് ലുക്കിംഗ്. ഇറ്റ് ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് ലുക്കിംഗ് ഇൻ ടു ഫ്യൂച്ചർ. ഇത് പ്രധാനമായിട്ടും ഏതിലേക്കാണ് നോട്ടമിടുന്നത്? ഫ്യൂച്ചറിലേക്കാണ്. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പ്ലാനിങ്ങിൽ തീരുമാനിക്കുന്നത്. So it requires forecasting of future situation in which the organization has to function. ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യേണ്ടതായിട്ടുള്ള, പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഭാവി ചുറ്റുപാട്, ഫ്യൂച്ചർ സിറ്റുവേഷന് ഫോർകാസ്റ്റ് ചെയ്യൽ ഇതിനകത്ത് ആവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഫ്യൂച്ചർ സിറ്റുവേഷന് ഫോർകാസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിന് നോട്ടമിട്ടുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും പ്ലാനിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യുന്നത്. ദെൻ പ്ലാനിങ് പ്രോസസ്. എന്തൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ് എന്നൊക്കെ പറയാം നമുക്ക്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് ആദ്യം തീരുമാനിച്ച് വെക്കണം. അപ്പോൾ നമ്മളതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞു. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം. പ്ലാനിങ് ഈസ് നോട്ട് പോസിബിൾ വിതൗട്ട് ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ് പ്രോസസ്സ്. ഒരു ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ് ഇല്ലാതെ, പ്രത്യേക ലക്ഷ്യമില്ലാതെ പ്ലാനിങ് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്ലാനിങ് പ്രോസസ്സിൽ ആദ്യ സ്റ്റെപ്പാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ആർ ദ ഗോൾസ് വിച്ച് ആൻ എൻ്റർപ്രൈസ് വുഡ് ലൈക്ക് ടു അച്ചീവ്. ഒരു എൻ്റർപ്രൈസ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോൾസ് ആണ് എന്ത്? ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഡിറ്റർമിനിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, സബ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് അതർ സെക്ഷൻസ് ഷുഡ് ബി ഡിറ്റർമിൻഡ്. ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്താണെന്ന് തീരുമാനിക്കും. ഓർഗനൈസേഷന് മൊത്തത്തിൽ അല്ലെങ്കിൽ പ്രധാനമായിട്ടും അച്ചീവ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യും. ശേഷം അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ സബ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒബ്ജക്റ്റീവ്സ്, ദെൻ അതിനുശേഷം അതിന് താഴെ വരുന്ന അതർ സെക്ഷൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എല്ലാം നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. The objectives help the employees to understand what is expected from them. എംപ്ലോയീസിൽ നിന്നും എന്താണ് ആ ഒരു ഓർഗനൈസേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്താണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എംപ്ലോയീസിന് കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ്സ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും.
Then construction of planning premises. രണ്ടാമത്തെ സ്റ്റെപ്പാണ് അല്ലെങ്കിൽ പ്രോസസ്സിലെ രണ്ടാമത്തെ എലമെൻ്റ് ആണ് കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാനിങ് പ്രിമൈസസ്. പ്രിമൈസസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അസംഷൻസ് എന്നുള്ളതാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ തയ്യാറാക്കുന്ന അസംഷൻസിനെ നമ്മൾ പ്രിമൈസസ് എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള പ്ലാനിങ് പ്രിമൈസസിൻ്റെ കൺസ്ട്രക്ഷനാണ് രണ്ടാമത്തേത്. പ്ലാനിങ് പ്രിമൈസസ് ആർ ദി അസംഷൻ അബൌട്ട് ഫ്യൂച്ചർ. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ഊഹം, അസംഷനാണ് പ്ലാനിങ് പ്രിമൈസസ്. ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് എൻവയോൺമെൻറ്റൽ ആൻഡ് ഇൻറ്റേർണൽ കണ്ടീഷൻസ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന എൻവയോൺമെൻറ്റൽ, ഓർഗനൈസേഷന് പുറത്ത് ഉള്ള എൻവയോൺമെൻറ്റലായിട്ടുള്ള, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓർഗനൈസേഷനകത്ത് ഉണ്ടായിരിക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കാം, സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കാം എന്നുള്ളതാണ്. സോ പ്ലാനിങ് പ്രിമൈസസ് ഇൻവോൾവ്സ്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് പ്രിമൈസസിനകത്ത് എന്തൊക്കെ വരും? എക്സ്റ്റേണൽ പ്രിമൈസസും വരും, ഇൻറ്റേർണൽ പ്രിമൈസസും വരും. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അസംഷനും വരും, ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അസംഷനും വരും. എക്സ്റ്റേണൽ പ്രിമൈസസ് ഇൻക്ലൂഡ്സ് factors like political, social, technological, competition, plans and actions, government policies, etc. പൊളിറ്റിക്കൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, ടെക്നോളജിക്കൽ ആയിട്ടുള്ള, ഗവൺമെൻറ് പോളിസീസ്, കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്ലാൻസ് ആൻഡ് ആക്ഷൻസ് എല്ലാം ഇതിനകത്ത് വരും. ഇതെല്ലാം ഓർഗനൈസേഷന് പുറമെ, ഓർഗനൈസേഷൻ്റെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അസംഷനെയാണ് നമ്മൾ എക്സ്റ്റേണൽ പ്രിമൈസസ് എന്ന് പറയാം. Then internal premises, it includes the sales forecast, the existing policies and programs of the organization, capital investment policies and philosophy of management. അപ്പോൾ ഇതിനകത്ത് വരുന്നത് സെയിൽസ് ഫോർകാസ്റ്റുകൾ. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തുമാത്രം സെയിൽസ് ഉണ്ടാവാം എന്നൊക്കെ, അതൊക്കെ ഓർഗനൈസേഷനകത്ത് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സെയിൽസ് ഫോർകാസ്റ്റ്, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, അതുപോലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ്, എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് എവിടേക്ക് എങ്ങനെയൊക്കെ നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫിലോസഫി ഓഫ് മാനേജ്മെൻറ്റ്, അതൊക്കെ ഓർഗനൈസേഷനകത്ത് വരുന്നതാണ്. ഓർഗനൈസേഷനകത്തുള്ള ആളുകൾ തീരുമാനത്തിൽ വരുന്നതാണ്. അതിനെക്കുറിച്ചുള്ള അസംഷൻ, അതെങ്ങനെയാകും ഭാവിയിൽ എന്ന് തീരുമാനിക്കുന്നതാണ് ഇൻറ്റേർണൽ പ്രിമൈസസിനകത്ത് വരുന്നത്. These assumptions are formed on the basis of forecasting. ഈ അസംഷൻസ് എല്ലാം ഫോം ചെയ്യുന്നത് ഫോർകാസ്റ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫോർകാസ്റ്റിംഗ് ഈസ് ദ വിഷ്വലൈസേഷൻ അബൌട്ട് ഫ്യൂച്ചർ. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു വിഷ്വലൈസേഷനാണ് ഫോർകാസ്റ്റിംഗ് നമുക്ക് പറയാം. ഫ്യൂച്ചർ എങ്ങനെയാവാം, നാളെ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ കാണുന്നതാണ് ശരിക്കും ഫോർകാസ്റ്റിംഗ്. സോ ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു സീ ദ ഫ്യൂച്ചർ ഓൺ ദ ബേസിസ് ഓഫ് പ്രസൻറ്റ്. ഇപ്പോഴത്തെ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിനെ കാണാനുള്ളൊരു ശ്രമമാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫോർകാസ്റ്റ് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്. ഇപ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നോക്കിക്കൊണ്ട് ഒരു പ്രോഡക്റ്റിന് ഫ്യൂച്ചറിലുള്ള പ്രൈസ് എന്താവും, ഒരു മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അടുത്ത കൊല്ലം അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം അതിൻ്റെ പ്രൈസ് എങ്ങനെയാവും എന്ന് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. then collection, classification and processing of information. ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. the information required for planning process should be collected, classified and analyzed. പ്ലാനിങ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം തന്നെ കളക്ട് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, അനലൈസ് ചെയ്തിരിക്കണം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ വേരിയസ് കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് ആർ അവൈലബിൾ ഫോർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലഭ്യമായിട്ടുള്ള വിവിധ കോഴ്സസ് ഓഫ് ആക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്ലാനിങ്ങിൻ്റെ അടുത്ത സ്റ്റെപ്പ്. The number of alternatives should be reduced minimum and only viable alternatives are considered for final selection. ഒരുപാട് എണ്ണം ഉണ്ടാവും, അതിൽ ഒറ്റ നോട്ടത്തിലേ നമുക്ക് നോട്ടയൊക്കെ പറ്റില്ല, നമുക്ക് തീർത്തും തോന്നുന്ന കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് കോഴ്സസ് ഓഫ് ആക്ഷൻസ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് അതിനൊക്കെ പെട്ടെന്ന് ഒഴിവാക്കി അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ല, വഴങ്ങുന്നതാണ് എന്ന് തോന്നുന്ന കുറേ ആൾട്ടർനേറ്റീവ്സിനെ മാത്രം മാറ്റി വെക്കുന്ന, അങ്ങനെ ആ ആൾട്ടർനേറ്റീവ്സിൻ്റെ എണ്ണം ചുരുക്കാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തണം. എന്നിട്ട് ഈ വയബിൾ ആയിട്ടുള്ള ഐറ്റംസിനെ മാത്രമേ ഫൈനൽ സെലക്ഷന് വേണ്ടി നമ്മൾ പരിഗണിക്കാൻ പാടുള്ളൂ. ദെൻ ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കുറേ എണ്ണത്തിൽ നിന്നും കുറച്ചെണ്ണം മാത്രമായിട്ട് ചുരുക്കിയെടുക്കണം എന്നല്ലേ. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ഏതാനും ഐറ്റംസിനെ നമ്മൾ നന്നായിട്ട് ഡെപ്തിൽ അനാലിസിസ് നടത്തണം, ഇവാലുവേറ്റ് ചെയ്യണം. ആഫ്റ്റർ സെലക്ടിങ് ദ വയബിൾ ആൾട്ടർനേറ്റീവ്സ്, നമുക്ക് വയബിൾ ആയിട്ടുള്ള നമുക്ക് നടപ്പിലാക്കാവുന്ന ആൾട്ടർനേറ്റീവ്സിനെ കണ്ടെത്തിയതിന് ശേഷം the next step is to evaluate these alternatives in the light of its resources and constraints. ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ്സിനെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഏതിൻ്റെ വെളിച്ചത്തിൽ? ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റ്സ് റിസോഴ്സസ് ആൻഡ് കൺസ്ട്രെയിൻസ്. കമ്പനിക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ടായിരിക്കും, അതുപോലെ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും.
കമ്പനിക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് മെന്നാവാം, മെറ്റീരിയൽ ആവാം, അങ്ങനെ എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ടോ അതിൻ്റെ വെളിച്ചത്തിലും, അതുപോലെ കൺസ്ട്രെയിൻ, തടസ്സങ്ങൾ പലതും ഉണ്ടാകും. ചിലപ്പോൾ ടൈം ഒരു കൺസ്ട്രെയിൻ്റ് ആയിരിക്കും. സമയം ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാവാം. പക്ഷേ സമയത്തിൻ്റെ പരിമിതി ഉണ്ടാവാം, ഫണ്ടിൻ്റെ പരിമിതി ഉണ്ടാവും, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ പരിമിതി ഉണ്ടാവും. അപ്പം അങ്ങനെ എന്തെങ്കിലും ആ കൺസ്ട്രെയിൻ്റ് ഉണ്ടാവും നമ്മുടെ മുമ്പിൽ. ആ കൺസ്ട്രെയിൻറ്റുകളും റിസോഴ്സുകളും ഒക്കെ തന്നെ വെളിച്ചത്തിൽ ഈ ഓൾട്ടർനേറ്റീവ്സ് നന്നായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ സെലക്ടിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവാലുവേഷനൊക്കെ നടത്തിയതിന് ശേഷം അതിൽ നിന്നും ഒരു ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യണം. ആഫ്റ്റർ ദി ഇവാലുവേഷൻ ഓഫ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്, ദ ഫിറ്റ് വൺ ഈസ് സെലക്റ്റഡ്. Sophisticated technique of planning and decision making should be applied to choose the best alternative course of action. ഏറ്റവും നല്ല കോഴ്സ് ഓഫ് ആക്ഷൻ ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആധുനിക ടെക്നിക്കുകൾ പിന്നെ പ്ലാനിങ്ങിനും ഡിസിഷനും ഒക്കെ തന്നെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. പ്ലാനിങ്ങിൻ്റെയും ഡിസിഷൻ മേക്കിങ്ങിൻ്റെയും സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നിക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് സബ്സിഡിയറി പ്ലാൻസ്. അപ്പോൾ നമ്മൾ മെയിൻ പ്ലാനിന് ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദ ബേസിക് പ്ലാൻ, ദ സപ്പോർട്ടിംഗ് പ്ലാൻസ് ആർ ടു ബി പ്രിപ്പയർഡ്. നമ്മൾ മെയിൻ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ടിംഗ് പ്ലാൻസ്, അത് പിന്നെ നടപ്പിലാക്കിയെടുക്കണമെങ്കിൽ വേറെയും കുറേ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കേണ്ടി വരും. ഇത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചാൽ മാത്രം പോരാ. ഇനി അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽ എവിടെ നിന്ന് വാങ്ങണം, എത്രത്തോളം വാങ്ങണം, തുടങ്ങിയ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങനെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കുറേ പ്ലാനുകൾ വേണ്ടി വരും, അവ പ്രിപ്പയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, പ്ലാൻ ഫോർ ബൈയിങ് എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമുക്ക് എക്യുപ്മെൻറ്റ്സ് വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ വാങ്ങിക്കേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. ദ പ്ലാൻ ഈസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ആൻഡ് റിസൾട്ട്സ് ഇവാലുവേറ്റഡ്. പ്ലാന് നമ്മൾ നടപ്പിലാക്കണം, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഫോർ ദിസ് പർപ്പസ് എ സീക്വൻസ് ഓഫ് ആക്ഷൻ ഈസ് ടു ബി ഡിറ്റർമിൻഡ്. ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫോർമുലേഷൻ ഓഫ് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഷെഡ്യൂൾസ്, മെത്തേഡ്സ് ആൻഡ് ബജറ്റ്സ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറേ പോളിസീസും പ്രൊസീജിയറും ഷെഡ്യൂളുകൾ, മെത്തേഡുകൾ, ബജറ്റുകളൊക്കെ തന്നെ ഫോർമുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ അഡീഷണൽ പ്ലാനുകളാണ്, സബ്സിഡിയറി പ്ലാനുകളാണ്. അസസ്മെൻറ്റ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ് നമ്മൾ അസസ് ചെയ്തിരിക്കണം. ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് പ്ലാൻ ഷുഡ് ബി അസസ്ഡ്. പ്ലാനിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അസസ് ചെയ്യണം. കറക്റ്റീവ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ടു റെക്ടിഫൈ ഇറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മിസ്റ്റേക്ക് എവിടെയാണുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ എടുക്കണം. റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി, പരിഹരിക്കുന്നതിന് വേണ്ടി നടപടിക്രമങ്ങൾ എടുക്കണം. ദെൻ